സ്പാനിഷ് ലീഗിൽ എഫ്.സി. ബാഴ്സലോണയ്ക്ക് വിജയം. റയൽ വയഡോളിഡിനെ നേരിട്ട ബാഴ്സലോണ 1-നെതിരെ 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. എതിരാളികളുടെ മൈതാനത്ത് ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷം ബാഴ്സലോണ തിരിച്ചു വരികയായിരുന്നു. ആദ്യ ലെവലിൽ കാര്യമായ മാറ്റങ്ങളോടെയാണ് ബാഴ്സലോണ ഇന്ന് കളത്തിലിറങ്ങിയത്. പരിക്കിൽ നിന്ന് മുക്തനായ ഗോൾ കീപ്പർ ടെർ സ്റ്റേഗൻ കളത്തിൽ മടങ്ങിയെത്തി. പൗ വിക്ടർ, അൻസു ഫാറ്റി എന്നിവർക്കൊപ്പം ലാമാസിയ താരം ഡാനി റോഡ്രിഗസും സ്റ്റാർട്ട് ചെയ്തു. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ ഇവാൻ സാഞ്ചസിലൂടെ വയഡോളിഡ് മത്സരത്തിൽ ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കും മുൻപ് പരിക്കേറ്റ് ഡാനി റോഡ്രിഗസ് പുറത്തായി. പകരം യമാൽ കളത്തിലെത്തി. രണ്ടാം പകുതിയിൽ 54-ാം മിനിറ്റിൽ റഫീഞ്ഞയുടെ ഗോളിൽ ബാഴ്സലോണ മത്സരത്തിലൊപ്പമെത്തി. 60-ാം മിനിറ്റിൽ മാർട്ടിൻ്റെ അസിസ്റ്റിൽ ഫെർമിൻ ലോപ്പസിന്റെ ഗോൾ ബാഴ്സലോണയ്ക്ക് വിജയം നൽകി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 82% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 24 ഷോട്ടുകളാണ് ബാഴ്സലോണ ആകെ തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്, 704 പാസുകൾ, 90% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 5 ഷോട്ടുകളാണ് വയഡോളിഡ് തൊടുത്തത്, 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഈ വിജയത്തോടെ ബാഴ്സലോണ 34 മത്സരങ്ങളിൽ നിന്ന് 79 പോയിന്റുമായി ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഒരു മത്സരം കുറച്ച് കളിച്ച റയൽ മാഡ്രിഡ് 72 പോയിന്റുമായി 2-ാം സ്ഥാനത്തുണ്ട്. സീസണിൽ 26-ാം തോൽവി വഴങ്ങിയ വയഡോളിഡ് 16 പോയിന്റുമായി ലീഗിൽ അവസാന സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.